എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഉണക്കമീൻ കൊണ്ട് അപാര രുചിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ചക്കക്കുരുവും കായും തക്കാളിയും വഴുതനങ്ങയും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ്. ചോറ് കഴിക്കാൻ ഇതൊരൊറ്റ എണ്ണം മാത്രം മതിയാകും. നല്ല രുചിയാണ് ചക്കക്കുരുവും വഴുതനങ്ങയും. മുരിങ്ങക്ക ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ രുചി കൂടും, അതുപോലെ തന്നെ ഗുണവും കൂടും. നല്ല ഉണക്കമീൻ കിട്ടുകയാണെങ്കിൽ വാങ്ങി ഇതുപോലെ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇതിൻ്റെ രുചി നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് കഴിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതിൻ്റെ രുചി എങ്ങനെയുണ്ട് എന്നുള്ളത്. ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കഴിച്ചാൽ പിന്നെ എപ്പോഴും ഉണക്കമീൻ കിട്ടിയാലും നമുക്കിങ്ങനെ തന്നെ തയ്യാറാക്കാൻ തന്നെ തോന്നും. അത്രയ്ക്കും രുചിയാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഉണക്കമീനാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അയലയാണ് കേട്ടോ. ഇത് നാടൻ ഉണക്കമീനാണ്. വിഷങ്ങളൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ ഉണക്കിയെടുത്തിട്ടുള്ള, നമുക്ക് അറിവുള്ള ആളിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയ ഒരെണ്ണമാണ്. അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. ചെറിയ ചൂട് വേണം കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഇതിന് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് വേണം നമുക്കിത് കറി വയ്ക്കാനായിട്ട്. വെള്ളം നല്ലതുപോലെ ചൂടായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ട് വരാം. വെള്ളം തണുത്തതിന് ശേഷം വേണം ഇത് വാഷ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോകും. ചക്കയുടെ കുരു ഞാനിപ്പോൾ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് വേവ് കുറച്ച് കൂടുതലായതുകൊണ്ട് ആദ്യം നമുക്കിത് വേകാനായിട്ട് വയ്ക്കാം. പകുതി വെന്തതിന് ശേഷം ബാക്കി വെജിറ്റബിളും ഇട്ട് കൊടുക്കാം. ചക്കക്കുരുവിൻ്റെ ഈ മുകളിലുള്ള ഈ കളറ് ചുരണ്ടി കളയരുത് കേട്ടോ. ഇതിലാണ് കൂടുതൽ വൈറ്റമിൻ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ചുരണ്ടി കളയാതെ വേണം ഇത് കറി വയ്ക്കാനായിട്ട്. ഇത് കൂടി ഇട്ടാൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നവും വരത്തില്ല. ഇത് ചുരണ്ടി കളഞ്ഞിട്ട് വയ്ക്കുമ്പോഴാണ് ചിലർക്കൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചുരണ്ടി കളയാതെ വേണം ഇത് തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനങ്ങനെ സെപ്പറേറ്റ് അളവൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് എത്ര അളവ് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. എത്ര വെജിറ്റബിൾ ചേർത്താലും അതിൻ്റെ രസം, അതിൻ്റെ രുചിക്ക് വ്യത്യാസമൊന്നും വരത്തില്ല. കൂടുതലായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഉണക്കമീനും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഒരു ഉണക്കമീനാണ് ചേർത്ത് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. വറ്റൽമുളക് ഞാനൊരു 8-9 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മല്ലി, കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, ഇത് ഇഞ്ചി വെളുത്തുള്ളി നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ അരയ്ക്കുന്നില്ല. ഇത് ചതച്ചിടുന്നതേ ഉള്ളൂ. ലാസ്റ്റിൽ നമുക്കത് ചെയ്യാം. ഇത് 1 കഷ്ണം പച്ചമഞ്ഞളാണ് ഞാൻ അരയ്ക്കുന്നത്. മറ്റേ മഞ്ഞൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പച്ചമഞ്ഞളാണ് അരയ്ക്കുന്നത്. നിങ്ങൾക്ക് പച്ചമഞ്ഞൾ അരയ്ക്കണമെന്നുള്ള ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലുള്ള മഞ്ഞൾ നിങ്ങൾക്ക് അരയ്ക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ മുളകും മല്ലിയും കൂടി ഒന്ന് ആദ്യം അരച്ചതിന് ശേഷം ബാക്കി തേങ്ങയിട്ട് അരച്ചാൽ മതി. അപ്പോൾ കൂടെ നമ്മൾ അരച്ച ഈ മല്ലിയും മുളകും അരഞ്ഞ് കിട്ടത്തില്ല. ഇത് ഞാനിപ്പോൾ പച്ചക്കാണ് അരയ്ക്കുന്നത് കേട്ടോ. നമ്മൾ എപ്പോഴും ഉണക്കമീൻ വയ്ക്കുമ്പോൾ നമ്മൾ വറുത്തരച്ച് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. പച്ചയ്ക്ക് വയ്ക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി. അതുകൊണ്ട് നമുക്ക് പച്ചയ്ക്ക് അരച്ച് വെച്ചാൽ മതി. വേണ്ട, ഇതുപോലെ ഒന്ന് ആദ്യം പൊടിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇട്ട് അരയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഉണക്കമീൻ വയ്ക്കാൻ ഇപ്പം മാക്സിമം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നാലും അറിയാത്ത അവരൊക്കെ കാണുമല്ലോ, പാചകമൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ കാണുമല്ലോ, അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇതിപ്പോൾ പറയുന്നത് ഞാൻ. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് ചാറായിട്ട് വയ്ക്കുന്നില്ല. വെന്ത് വരുമ്പോൾ കുറച്ച് മീഡിയം പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്ത് പാകം ചെയ്യണം കേട്ടോ. ചക്കക്കുരു നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു നല്ലതുപോലെ വെന്താലാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രുചി നമുക്ക് കിട്ടുക. അതുകൊണ്ട് ചക്കക്കുരു നന്നായിട്ട് വേവണം.
മറ്റേതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും, വഴുതനങ്ങയും കായും ഒക്കെ വെന്ത് കിട്ടും. തക്കാളി നമ്മൾ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉണക്കമീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്. ഇപ്പോൾ കുടംപുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ പുളിയാണ് ഇഷ്ടമെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കുടംപുളി ഇടുമ്പോൾ കുറച്ചുകൂടി നല്ല രുചിയും, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഈ കുടംപുളി വളരെ നല്ലതാണ്. പ്രഷർ ഉള്ളവർക്കും കുടംപുളി വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ വെജിറ്റബിൾ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമുക്ക് ചുരക്ക ഇട്ട് കൊടുക്കാം, കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഏത് വേണമെങ്കിലും ഏത് വെജിറ്റബിളും ചേർത്ത് നമുക്ക് ഈ ഉണക്കമീൻ തയ്യാറാക്കാവുന്നതാണ്. ഉണക്കമീൻ ലാസ്റ്റിൽ ഇടാവൂ. ആദ്യമേ നമ്മൾ വെജിറ്റബിളിൻ്റെ കൂടെയൊക്കെ ചേർത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് വെന്ത് അതിൻ്റെ കുറേ അങ്ങ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രുചി നമുക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് ലാസ്റ്റിൽ ഇട്ട് മാത്രം മതി. നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കഴുകുന്നത് കാരണം നല്ലതുപോലെ തിളപ്പിച്ച വെള്ളത്തിൽ വേണം ഇട്ട് കഴുകിയെടുക്കാൻ. അതുകൊണ്ട് കുറേ നല്ല രീതിയിൽ കുറച്ചങ്ങ് പാതി വെന്താണ് കിട്ടുക. നമുക്കറിയത്തില്ലല്ലോ ഉണക്കമീൻ എവിടെയൊക്കെ ഇട്ടാണ് ഉണക്കി വരുന്നത്. ഇതിപ്പോൾ നമുക്ക് അറിയാവുന്ന ആളിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഉണക്കമീൻ കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. സാധാരണ നമ്മളങ്ങനെ ഉണക്കമീൻ വാങ്ങാറില്ല. നമുക്ക് അത്രത്തോളം അറിയാമെന്നുള്ള ആളിൻ്റെത് ആയതുകൊണ്ട് നമ്മൾ ഉണക്കമീൻ വാങ്ങിയതാണ്. അല്ലാതെ നമുക്ക് അറിയാത്ത സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നല്ലതുപോലെ ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് വേണം നമ്മൾ കഴുകിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല. മാരകമായ വിഷങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഉണക്കമീൻ ഉണക്കി എടുക്കുന്നത് കേടാകാതിരിക്കാനായിട്ട്. നമ്മൾ പേപ്പറിലും ന്യൂസിലും ഒക്കെ കേട്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഉണക്കമീൻ വാങ്ങുമ്പോൾ നോക്കി കണ്ടും വാങ്ങുക. അഥവാ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കഴുകിയെടുക്കുന്നത് ഉറപ്പായിട്ട് നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചേക്കണം, ഫ്ലെയിം ഓഫ് ആക്കിയിട്ട്. എന്നിട്ട് വേണം കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഉപ്പുണ്ടാകുന്ന നോക്കാം. കരുവാടിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഉപ്പുണ്ടാകുന്ന നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല രുചിയുണ്ട് കേട്ടോ. ഉപ്പില്ലാതെ തന്നെ കഴിച്ചപ്പം നല്ല രുചി തോന്നുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഞാൻ ആദ്യമേ ഇട്ട് കൊടുത്തു. ആ സമയത്ത് ഫോൺ ഓണല്ലായിരുന്നു കേട്ടോ. ഇനി നമുക്കിതാ കറിവേപ്പില തണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ ആൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയാണിത്. ഇതിട്ട സമയത്ത് വീഡിയോ ഓണല്ലായിരുന്നു. ഇട്ടതിന് ശേഷം നിങ്ങൾ ഇളക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഇളക്കണ്ട. അങ്ങനെ തന്നെ വച്ചതിന് ശേഷം നമ്മൾ അടച്ച് വച്ചാൽ മതി. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം അടച്ചു വയ്ക്കാനായിട്ട്. ലാസ്റ്റ് തുറന്നെടുക്കുമ്പോഴും നമ്മൾ അടച്ചാൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഒരല്പം താളിച്ചൊഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റും രുചിയും ആയിരിക്കും. 1 സ്പൂൺ ഉലുവ, കടുക്, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാമേ. തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ താളിച്ചൊഴിക്കാനായിട്ട്. താളിച്ചൊഴിച്ചാൽ ഉടനെ തന്നെ നമ്മൾ അടച്ചു വയ്ക്കണം. അപ്പോൾ അതിൻ്റെ മണം അതിൽ പിടിച്ച് കുറച്ചുകൂടി നല്ല രുചിയും, അതുപോലെ തന്നെ കഴിക്കാൻ സമയത്ത് നല്ല മണവും ഒക്കെ ആയിരിക്കും. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് ഒന്ന് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് എല്ലാം നല്ലതുപോലെ വെന്ത് നല്ല മിക്സായി നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഉണക്കമീൻ വയ്ക്കുന്നത് അതുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. നമ്മൾ വയ്ക്കാറ് ഇങ്ങനെയാണ്. നമുക്ക് ഇങ്ങനെ വെച്ചാലാണ് നമുക്ക് ടേസ്റ്റ്. നമ്മളെപ്പോഴും ഉണക്കമീൻ വെച്ചാൽ ഇതുപോലെ വെജിറ്റബിൾ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉണക്കമീൻ വയ്ക്കാറ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും ഇതുപോലുള്ള റെസിപ്പികളുമായിട്ട് വരുന്നത് വരയ്ക്കും ടേക്ക് കെയർ.